സ്മൃതിന്റെ ഫെയർവെല്ലാണ്. എല്ലാരും വൈറ്റും പിങ്കും ആണ്. നമ്മുടെ മറസിട്ട സുഹൈലെ നമ്മുടെ റൂമത്തെ കണ്ണാടിയാണ്. ഒരു കോലം മാറ്റിയത് പറയണ്ട. വ്ലോഗാ എല്ലാരും വന്നിട്ടുണ്ട്. ഫിറാസ് വന്നിട്ടുണ്ട്. MCRC റോഡാണ്. ആൽബിൻ പോണില്ല ഈ വർഷം? ഇല്ല, ഞാൻ ഈ വർഷം ഉണ്ടാവില്ല. എടുക്കുന്ന മുന്നേ നമുക്ക് കാണാം. ഇത് സീനിയർ അല്ല. എല്ലാ സുഹൃത്തുക്കളും ഇങ്ങോട്ട് വന്നിട്ട് പരിപാടിയിലേക്ക് സഹകരിക്കേണ്ടതാണ്. ഞാനുണ്ട്. എന്ത് നിസ്കരിക്കാണ്ട്. ഹായ് റഷ. ഹലോ 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 ഹലോ. കൊഴപ്പല്ല. ഹലോ നിർത്തിക്കോ. എല്ലാം കൂട്ടണ്ടോ? അതായി ഭയങ്കര ഇത് രണ്ടുപേരും പാസ് ഔട്ട് ആകാത്ത ആൾക്കാരാണ്. ഇവരൊരു ഹായ് പറയൂ. ഫോട്ടോ എടുക്കുന്ന പിന്നെ നിങ്ങൾക്ക് കാണാം. റൂബിത്തി ഫിറാഷിയാണ്. സുന്ദരി സങ്കടുണ്ടോ? ലൈംലൈറ്റിന് തീരെ ആഗ്രഹമില്ലാത്ത ഷാന 2 ദിവസമായിട്ട് ഡിപ്രഷനിലാണ്. പോകുന്ന ആലോചിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാമ്യ ഈ ചിരി ഈ ഈ ആൾക്കാര് ഇത് നമ്മുടെ സൈക്കോളജി എന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. സൈക്കോപെത്തോളജി എക്സാം കഴിഞ്ഞ് നേരെ വരുന്ന വഴിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കോപെത്തോളജി എക്സാം? നവേദ് സാറിന് അതിഷ്ടം. ഇന്ന് പിങ്കും വൈറ്റും ആണ്. നിസ്മി എന്താ കറുപ്പ്? അതാണ് നിസ്മിയൊക്കെ അട്രാക്ഷൻ വേണം. അതിനാണ് ഓക്കെ ഓക്കെ. സങ്കടം ഫെയർവെല് നടക്കുന്നത് ഇതാ അവിടെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് MCRC മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്റർ ഓഫ് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലാണ്. സൈക്കോപെത്തോളജി എക്സാം കഴിഞ്ഞ് നേരെ വരികയാണ്. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് ഫെയർവെല്ലിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മസ്ജിദ് തേടി പോവാണ്. ജുമാനി ഹാനി ഓൾറെഡി പോയി. നല്ല രസമല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഒരു ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് അണ്ണാനൊക്കെ കാണാം. ജാമ്യയിൽ കുറേ അണ്ണാനുണ്ട്. അണ്ണാന് പക്ഷികളൊക്കെ ഉണ്ട്. പരിപാടി ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. ഹായ് അദീബ്. വ്ലോഗാണ്. إن شاء الله أنا أذهب إلى اجتماع فيرول عام 2024 إن شاء الله سنلتقي معكم. സജാദ് ബ്രോ, ആറ്റിറ്റ്യൂഡ് ഇറക്കണ മാറ്റുള്ളല്ലോ. പാസ് ഔട്ട് ആവല്ലേ? സങ്കടം ഉണ്ടോ? സങ്കടമൊന്നുമില്ല. മെട്രോ എന്നത് കാണാം. ഇവിടെ എല്ലാവരും ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. സെയിം ഡ്രസ് വേറെ ആൾക്കാരുണ്ട്. പക്ഷെ റിമിക്സ് ഇട്ടു മാത്രം വേറെ. ഇതൊക്കെ ഫസ്റ്റ് ഇയേഴ്സ് ആണ്.
എല്ലാരും ഒന്ന് ഇരിക്കും. സഫ്നാക്ക്, നിഹാല്, നാജിയ ഷാനവി. സ്റ്റാർട്ട്. അറബി അറബി അറബി. ഓർമ്മകളും അനുഭവങ്ങളും ലേണിങ്സും അൺലേണിങ്സും ഒക്കെ പങ്കുവെക്കാനും പിന്നെ കുറച്ച് പെർഫോമൻസ്, കുറച്ച് അടിപൊളി ഗെയിംസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പം ഓക്കെ, ബിഫോർ വി സ്റ്റാർട്ട് ദ പ്രോഗ്രാം എനിക്ക് പറയാനുള്ളത്, സ്മൃതിയിൽ ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, പറയാൻ ബാക്കി വെച്ചവാന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ചില ആൾക്കാർക്ക് അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ഇവിടെ ജാമ്യയില് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രണയമോ പരിഭവമോ അല്ലെങ്കിൽ മാപ്പോ എന്തെങ്കിലും പറയാൻ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലെറ്റർ എഴുതി അതിലിടാം. നിങ്ങൾ അവർക്ക് 2 എഴുതി അവരുടെ ഡിപ്പാർട്ട്മെന്റ് എഴുതിയിടാം. നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. വേണമെങ്കിൽ എഴുതാം. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ സ്വാഗതം അറിയിക്കും. സ്മൃതിയോടും ജാമ്യയോടും നമ്മളെല്ലാവരോടും അതിലൊരു തീരുമാനത്തിലെത്തി എന്തെങ്കിലും ഒരുമിച്ച് കൊടുത്താൽ മതി. അതല്ല അല്ലേ ലൈക്ക് ഓർഡേഴ്സ് ആണ് ഉണ്ടാവുക. ഇതിലൊന്ന് എന്ന് പറയുമ്പോ നിങ്ങൾ നടക്കണം. 2 എന്ന് പറയുമ്പോ എവിടെ നിന്നാണ്, ലൈക്ക് നിങ്ങൾ ഏത് പൊസിഷനിലാണോ അവിടെ ഒക്കെ നിർത്തിയിട്ട് നിങ്ങളൊന്ന് ഇരിക്കണം. 3 എന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ചിരിക്കണം. 4 എന്ന് പറയുമ്പോ ഇൻ കേസ് ലൈക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിൽക്കണം. ഇരുന്നോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇരുന്നോണ്ട് തന്നെ ഇരുന്നാൽ മതി. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിരി നിർത്തണം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? കിട്ടിയില്ലേ? കിട്ടിയില്ലേ? തോന്നിയാല് ഇറങ്ങി പുറത്ത് 2 1 3 2 4 ഏത് അക്ഷരാണോ ചെയ്തോണ്ടിരുന്നത് അത് നിർത്താനുള്ളതാണ്. 1 അഞ്ചിക്കൊരു പൗത്ത് കൊടുക്കട്ടെ ഇതിനിടയിൽ. 1 3 4 1 1 4 1 3 പിങ്കൊക്കെ ഇട്ട് ഫഹീംക്ക് വന്നിട്ടുണ്ട്. ഇവര് ലേറ്റ് കമേഴ്സ് ആണ്. ഇവര് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ മിഷാൽ പണിയെടുക്കുന്നത് നിങ്ങൾ കാണുക. മിഷാൽ എന്നെ ലാബ് എക്സാമിനെ സബ്ജക്റ്റായി വന്ന് എന്നെ സഹായിച്ച മിഷാലിന് ഈ ഒരു നിമിഷം ഞാൻ ഒന്നും കൂടി നന്ദി പറയാണ്. ഇവിടെ വന്ന് ഷെയർ ചെയ്യാം. അപ്പം ഓരോരുത്തരായി വരാം. ആർക്കാണ് ഫെസ്റ്റിവലിന്റെ കുറച്ച് സമയം എടുക്കാൻ പാടുള്ളൂ, ബിക്കോസ് ഇവിടെ കുറെ ആൾക്കാരുണ്ട്. അപ്പം മൈക്ക് തീരെ പോരെ ഗൈസ്. അടിപൊളിയാണ് ഫുള്ള് ഇതായിട്ട് സാധനം. എൻ്റെ മെയിൻ ആൾ ഇവനാണ് ഗൈസ്.
ഇതൊന്ന് കിട്ടി. സമ്മറിലും വിന്റർ വൈബ്സിലാണ് ഐഷ വന്നിട്ടുള്ളത്. ലുക്ക് സിനിമാ നടിയാണ്. സിനിമാ നടി എപ്പോഴും ലേറ്റ് ആയിട്ട് പരിപാടിക്കൊക്കെ വരില്ലേ? ട്രോളി എല്ലാവരും കൊന്നു. ഞാൻ 2 കത്താണ് ഇതിലിടാൻ പോകുന്നത്. എന്നിട്ട് നോക്കും, എന്നിട്ട് നമ്മള് ഫിലിം ആക്ഷൻ ഒക്കെ കളിക്കുന്ന പോലെ അവർ ആ ക്യാരക്ടറിനെ ആവും ആക്ട് ചെയ്ത് കാണിക്കുക. ഗസ് ചെയ്യാന്നുള്ളതാണ് ക്യാരക്ടറിന്റെ പേര് പറയണം. ടൈം ജാവ സിമ്പിൾ ആണ്. ആ കറപ്പ് കുറച്ച് ഉള്ളൂ, നമുക്ക് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കാം.
തട്ടത്തിമറിയത്താണ് ആയിഷ. അപ്പാനി ഇവിടെ ജ്യൂസ് വിതരണാണ്. പിന്നെ പഴംപൊരി. ഇവിടെ പഴംപൊരി ഫ്രൂട്ട് ഒക്കെയാണ് ഇവർക്ക്. നാസർ ഖാന്റെ എടുത്തിട്ട് ദംഷറാഡ്സ്. ഇവിടെ നമുക്ക് ഫ്രൂട്ടി ഗൈസ്, റിയാസ്ക വന്നിട്ടുണ്ട്. റിയാസ്ക വൈകിട്ടാ വന്നത്. കൺവീനറിനൊപ്പം. റിയാസ്ക സങ്കടം ഉണ്ടോ ജാമ്യം വിട്ട് പോകുന്നതിൽ? അപ്പൊ തുടങ്ങാല്ലേ? അത് മാത്രം കൊച്ചന്മാർ ഇവിടെ അയക്കും. ചന്ദ്രന്റെ സ്വന്തമായി ഞാനറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെള്ളിലാണ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. ചന്ദ്രന്റെ സ്വന്തമായി ഞാനറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെള്ളിലാണ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. ചന്ദ്രന്റെ സ്വന്തമായി ഞാനറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ. കുട്ടിയാണ്
പാറ്റേൺ ഇതിൽ മനസ്സിലാവും, പിങ്കും വൈറ്റും. മനാർ ഫവാസ്കിയാണ് പാടാൻ പോകുന്നത്. പവർ ബോയ്സ് ആണ്. പെർഫോമൻസ് ആർട്ടാണ്. ജുനു ഇൻസ്പയർഡ് ആയിട്ട് മനാർ മനു. So we are starting. എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ, കണ്ടില്ലെന്നാലും കാണാമറയത്തവളി. रब की कवाली है इश्क को, दिल की दिवाली है इश्क को, महकी से प्याली है इश्क कोई, सुबह की लाली है इश्क. मेरे दिल तो जान से जुदा कर दे, बस तू मुझको फना कर दे. मेरा हाल तू मेरी चाल तू, बस कर दे आशिकाना तेरे वास्ते. मेरा इश्क सूफियाना, 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 मेरा इश्क सूफियाना. सोचो तुझे तू है सुबह, सोचो तुझे तो शाम है, ओ मंजिलों पे अब तो मेरी एक ही तेरा नाम है. तेरी आँख में जो के कोयल से हीरे बन के. ജാമ്യയുടെ വാനമ്പാടി രാജ്യത്ത. അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകാൽ എൻ മുന്നിൽ മിന്നി വന്ന കവിതേ, പണ്ടത്തെ പാട്ടുറങ്ങും അന്നെന്നിൽ പൂവണിഞ്ഞ മൃദുസല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോട്
കേട്ടില്ല നീ പണ്ടേ മിണ്ടിയില്ല രാവിൽ വന്നില്ല പൂരം കണ്ടില്ല മായ കൈ കൊട്ടും മേളവും കേട്ടില്ല കരിമിഴി കുരുവിയെ കണ്ടില്ല നിൻ ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല பார்வை பூத்திட பாதை பார்த்திட பாவராதையோ வாட இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட இளைய கண்ணியில் இமைத்திடாத கண் இங்கும் அங்குமே தாட ஆயுர் பாடியில் கண்ணனில்லையோ ஆயுர் பாடியில் கண்ணனில்லையோ ஆசை வைத்தது அன்பு தொல்லையோ பாவம் സോറി ശരി അതാ മൈക്ക് മറിച്ചിട്ടാണ് അഡ്രസ് ഇല്ലാത്ത ജാമ്യക്കാരിയാണ് അല്ല കൊറേ പാട്ട് കൊറേ നേരം അതില് പാടുന്നു എന്തെങ്കിലുമൊക്കെ സംസാരിക്കണോ ലാസ്റ്റ് അല്ലേ സംസാരിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല എന്നാണ് എന്റെ കംപ്ലൈന്റ് പറയുന്നത് അപ്പൊ ഞാൻ പാടുന്നില്ല എന്തെങ്കിലുമൊക്കെ സംസാരിക്ക് ജാമ്യയുടെ ലോണിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസാന അവസരമാണ് കേട്ടോ നിങ്ങളെ പോലെ സപ്ലിന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലാത്ത ആൾക്കാരൊന്നും സംസാരിച്ചാലേ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോയോ പാട്ടൊക്കെ നമുക്ക് സ്മൃതി മാത്രല്ല ജാമ്യ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സ്മൃതിയിലേക്ക് കയറിയതിന് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് മർസിത്തയാണ് ഇത് പ്ലാൻഡ് ആണ് വിളിച്ചോണ്ട് പറയുന്നല്ല മർസിത്തയാണോ ജാമ്യാണോ ഓരോരുത്തര് വരിക അങ്ങനെയല്ലോ ഞാൻ ഫസ്റ്റ് ജാമ്യം എന്തായാലും കുഴപ്പമില്ലല്ല. ഞാന് 2017 ഇവിടെ ആദ്യം ഞാൻ മനഃപൂർവ്വം ഒച്ച ഉയർത്താത്തതാണ്. ഇതിൽ വച്ചൊരു സംസാരിക്കാൻ അറിയാം. സൗദിയിലുള്ളൊരു കേട്ടാമെന്നുള്ളതാണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഫ്രഷേഴ്സ് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ഫെയർവെല്ല് കിട്ടുന്നുണ്ട്. എനിക്കിതിനു മുമ്പ് ഒരു ഫെയർവെല്ല് കിട്ടിയ 2019 ഞാൻ MA കഴിഞ്ഞു. പിന്നെ ഇത് വല്ലാത്തൊരു ഫെയർവെല്ല. കാരണം എനിക്ക് തോന്നുന്നു ജാമ്യയിൽ ഇങ്ങനെ 2 കൊല്ലത്തേക്ക് പഠിക്കാൻ വരും. ഇവിടെ ഇങ്ങനെ ഡൽഹിയിൽ 2 കൊല്ലം ജീവിക്കുന്നു. ഇവിടെ എത്തുന്നവരെ എക്സാം എഴുതി അഡ്മിഷൻ കിട്ടുന്നവരെ പ്രതീക്ഷിച്ച ഒരാളല്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു +2 കഴിഞ്ഞ കാലം തന്നെ ഡിഗ്രിക്ക് ചേർന്ന് അതിനുശേഷം ഡിഗ്രി ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഡൽഹി വന്നു. ഡൽഹി ആ സമയത്താണ് ജാമ്യയിൽ 2019 CNRC വിഷയങ്ങളെ ബന്ധപ്പെട്ട് മർസിത്താരെ കുറിച്ച് പറയരുത് കേട്ടാ. ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാനിതിന് മുമ്പായി സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യലായിട്ട് വല്ലാണ്ട് എൻഗേജ് ചെയ്യലോ ഇറങ്ങലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുക ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്ര വലിയൊരു സോഷ്യൽ സർക്കിൾ ആദ്യമായിട്ട് ഇങ്ങനെ അബണ്ടന്റ് ആയിട്ട് ഉണ്ടായ ഒരു സ്പേസ് എന്ന് പറഞ്ഞാല്. കാരണം അതിനുള്ള ഒരു മേജർ കാരണം സ്മൃതി തന്നെ ആയിരിക്കും. കാരണം സ്മൃതിയിലുള്ള എല്ലാ ആൾക്കാരൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയൂല. ഓരോന്നും അങ്ങനെ എന്താ പറയാ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധമില്ല. പക്ഷെ എന്നാലും ഉണ്ടാകും അല്ലേ നമുക്ക് കൂടുതൽ അൺഫോൾഡ് ചെയ്യുമ്പോഴുള്ള ലെയറുകളാണ് ഇവിടുത്തെ
കൂട്ടായ്മകൾ. ആ കൂട്ടായ്മകളെടുത്ത് പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങി പറയുകയാണെങ്കിൽ ഇവിടുത്തെ 2 വർഷങ്ങളിൽ അൽഹംദുലില്ലാ പല കൂട്ടായ്മകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സ്മൃതി എടുത്ത് പറയുകയാണെങ്കിൽ സ്മൃതിയിൽ ഒരു 1-ാം വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം സ്മൃതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നില്ല. സ്മൃതിയുടെ ഒരു പരിപാടിക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് സ്മൃതിയിലെ കുറച്ച് ആൾക്കാരെ അറിയാം, കേട്ടിട്ടുണ്ട് എന്നല്ലാതെ സ്മൃതിയുടെ ഒരു ഭാഗമാവാൻ 1-ാം വർഷം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്നുള്ളത് ആ സമയങ്ങളിൽ പിന്നെ മറ്റു പല കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ സ്മൃതിയായിട്ട് ഇങ്ങോട്ട് എന്ന പരിപാടി. സോ ഒബ്വിയസ്ലി ഇറ്റ് സ്റ്റേസ് ക്ലോസർ ടു ഹാർട്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സ്മൃതിയുടെ ഒരു ഇവിടെ നമ്മൾ എത്ര അംഗങ്ങൾ നമ്മളിലേക്ക് ആ അംഗങ്ങളിലെ ചെറിയൊരു ശതമാനം ഇവിടെ ഉള്ളൂ. അപ്പം പല പരിമിതി മൂലവും ആയിരിക്കണം. എന്നാൽ പോലും സ്മൃതി ഡിസേർവ് ചെയ്യുന്ന ഒരു ഫെയർവെൽ ഈ ബാച്ചിൽ നിന്നല്ല, മറിച്ച് സ്മൃതി ഡിസേർവ് ചെയ്യുന്ന ഒരു ഫെയർവെൽ ഇതല്ല. ഇത് എത്ര വലുതാണ്. കാരണം അത്രയും വലിയ പരിപാടികൾ വർഷത്തിൽ സ്മൃതി നടത്തുന്നുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഞാൻ കമ്മിറ്റിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ട്രഷറിൻ്റെ ഒഴിവ് വന്ന സമയത്ത് ആ ഒരു അനിവാര്യമായിട്ടുള്ള സാഹചര്യത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നു. ആളുകളുടെ ഇടയിലേക്കാണ് ഞാൻ ആദ്യമായി വരുന്നത്. പിന്നെ സ്മൃതി നടത്തുന്നൊരു ആദ്യമായിട്ടുള്ള ഒരു പരിപാടിക്ക് തോന്നുന്നത് നേരിലുള്ളൊരു സങ്കടമുണ്ട്. എന്തായാലും കുറേ പറയാനൊന്നും വയ്യപ്പോൾ കുറേ സമയമായില്ല, എല്ലാവർക്കും അടുത്തിട്ടും ഉണ്ടാവും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പലരോടും നമ്മൾ സ്മൃതി ഓഫീസ് ബെയറേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന രീതിയിലല്ല സംസാരിച്ചത്. പലരിടത്തും ആ ഒരു രീതിയിലുള്ള ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാവരും മനസ്സിലാക്കണം കാര്യം പറയണം. സോറി, ഫൈനൽ ഇയേഴ്സാണ് എല്ലാവരും പോകുന്നവരാണ്. ഞാൻ ആസ് എ സെക്കൻഡ് ഇയർ എൻ്റെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ അറിയാം, എൻ്റെ ഒപ്പം വന്ന ബാച്ച്, എൻ്റെ ഒപ്പം വന്ന PG-ക്കാരാണ് ഇപ്പോഴത്തെ PG-ക്കാർ. അതായത് ഞാൻ വന്നപ്പോൾ ഉള്ള എനിക്ക് കൂടുതൽ കമ്പനി ഉണ്ടായിരുന്നത് എൻ്റെ ബാച്ചിനോട് കൂടുതൽ എനിക്ക് കൂട്ടുണ്ടായിരുന്നത് എൻ്റെ PG-ക്കാരായിട്ടായിരുന്നു. അത് കുറേ പേരൊന്നും ഇവിടെ ഇല്ല, കുറേ പേരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും മുഖങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ, എല്ലാ ലൈഫിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാം ഒരിക്കലും അവസാനിക്കും. ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ച് കാണുമ്പോൾ എപ്പോഴും CC-യിൽ വെച്ച് ചിരിക്കണ പോലെ എന്താ കാണുമ്പോൾ ചിരിക്കുക, നന്നായി ജീവിക്കുക. അപ്പോൾ എല്ലാം പ്രതീക്ഷിക്കുകയാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും. പിന്നെ താങ്ക് യു നിങ്ങളുടെ എന്താ പറയുക എല്ലാ തരത്തിലും. കാരണം ഞങ്ങളൊക്കെ +2 കഴിഞ്ഞ് നേരെ എന്താ പറയുക ഡൽഹിയിലേക്ക് കയറി വന്നേക്കുന്നവരാണ്. ഡിഗ്രി എന്താണെന്നറിയില്ല, ഡൽഹി എന്താണെന്നറിയില്ല, ചുമ്മാ ഒരു ഫാൻറ്റസിയിലേക്ക് ഒരു പുറത്തൊക്കെ ആയിട്ട് കയറിയതാണ്. ഇവിടെ വന്നിട്ടും നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള ഗൈഡൻസ് ആണെങ്കിലും ഗൈഡൻസ് തന്നെ പറയാൻ പറ്റൂല. കാരണം നമുക്ക് ഒരിക്കലും നിങ്ങൾ പറയാണ് ഇന്ന് ഇപ്പോൾ വന്നതിനും കോപ്പറേറ്റ് ചെയ്തതിനും എന്താ പറയുക അറിയാം. എല്ലാവരും എല്ലാം എന്താ പറയുക അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടായിരുന്നു. പ്രോഗ്രാമിനൊക്കെ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു തുടങ്ങാനാണെങ്കിലും. അത് പിന്നെ പരിപാടി അങ്ങനെയാണല്ലോ, ഇപ്പോഴും ലേറ്റ് ആവുന്നുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ചവരൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങളെ ഹാപ്പി എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി ജാമ്യയിൽ തന്നെ തുടരുന്നവരോട് സന്തോഷം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്ത ഇതുവരെ മർസിദൊക്കെ വന്ന പോലെ മർസിദ് തന്നെ വരല്ല, എപ്പോഴൊക്കെ ഇങ്ങനെ വരാം. എന്നാലും എല്ലാവരും വരാം. താങ്ക് യു നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും. താങ്ക് യു. ഞാൻ വിചാരിച്ച് പറയാൻ ഇത് ഫിംഗർ പ്രിന്റ് ആണ് ഈ ഒരു മരത്തിൽ വെക്കേണ്ടത്. വെക്ക്, സുഹൈലാണ് വെക്കുന്നത്. ഇവിടെ പാട്ടാണ്. ഇത് മറ്റൊന്ന് എഴുതി കൊടുത്തല്ലോ. ഞാനും എൻ്റെ ഫിംഗർ പ്രിന്റ് വരെ വെക്കുകയാണ് ഫിലിമിലേക്ക്. സ്മൃതി ബെസ്റ്റ് 2024. ഒരു മിനിറ്റ് കൈ നടക്കും. ഒപ്പനയ്ക്ക് നീ കൂടുവാൻ ഒപ്പന
കരയ്ക്കൊലി കൂടുവാൻ കൈതാളമിട്ടൊന്നു പാടുവാൻ എന്തുമാത്രമെന്നാഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ മുട്ടിലോറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേരുകാരാ. നമ്മുടെ സീനിയേഴ്സ് ഇവിടെ ഫിംഗർ പ്രിന്റ് വെക്കുകയാണ്. ആൽബിൻ സീനിയർ അല്ല, ആൽബിന് ഉണ്ടാവും. സജാദ് ഖാന്റെ ഫിംഗർ പ്രിന്റ് ആണ് ഇതിവിടെ പതിഞ്ഞിട്ടുണ്ട്. സ്മൃതി 2024. സജാദ് ബ്രോ വോട്ട് ചെയ്ത രോദനം കാണണം. കുറെ നേരം ഈ ഒരു പെയിന്റ് മിൽസ് നടക്കുന്ന ഈ ഒരു ഇത് മൊത്തം ഫില്ലാക്കണം എന്നുള്ളൊരു ഇത് എവിടെയെങ്കിലും മാറ്റി എടുത്തു വെക്കോ? മെമ്മറി എടുത്തു വെക്കോ? പ്രിയ സാജിദ കാട്ടിൽ കൊണ്ടുവാ മണക്കും അത്തറ് പരക്കും ചന്ദനയും കട്ടത്തിൻ്റെ കൊതിച്ച നക്ഷത്ര മുത്തുകൾ പ്രണയം കൊണ്ടുവാ അഴകിന സുന്ദരേ അനുരാഗരൂപിണി ചന്ദനത്താരി വിളിച്ചുവാണ് വിലയും മധുരമായിടാം ചന്ദനത്താരി ഒടിക്കുവാണ് ശിവരയും മധുരമായിടാം ലാഭുദിക്കണ നേരമായിടാ പ്രിയ സാജിദ മാല കാത്തു ചാട്ടീട മാറിലായി ചാടി പുതുമണമാണൻ ഇതാരും പോകുന്ന മക്കളെ പോവാണ്. ഞങ്ങൾ നാലാൾ ഇവിടെ ബാക്കി ഉണ്ടാവും. അത് വേണ്ട അത് വേണ്ട. പിന്നെ മറ്റേ ഹനാൻഷി അനാർക്കലി പാടി പാട്ടേതാ കരിമീൻ. അപ്പൊ തുടക്കേ ഫസ്റ്റ് മെയിൻ വോയിസ് അങ്ങനെ തുടക്കല്ല. അങ്ങനല്ല അയച്ചത് ചന്തം പൊന്നാമ്പൽ സമയം നിന്നാണ് ചെവിയിൽ കണ്ടീല ഒളിച്ചുരുൾ ചോടിൽ നീ ഒളിച്ചില്ല പാടൊന്നു പാടില്ല പാട്ടുള്ളി പേരില്ല പാട്ടൊന്നു പാടില്ല പാട്ടുള്ളി പേരില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല കരിമീ കുരുവിയെ കണ്ടില്ല ഞാൻ പൂരം കണ്ടില്ല കൈകൊട്ടും കേട്ടില്ല കണ്ടില്ല ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ We are going, okay guys? We will maybe see you after years ago. Bye guys. I am going guys. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകണം. അതിന്റെ അടിപൊളി ജൂനിയർ ആണ്. ഗൈസ് ബൈ ഫീൽ സി യു HCU. അതാണ് അതറിയില്ല. ബൈ ബൈ നോ ഗോ